മൈത്രേയൻ സമകാലിക വിഷയങ്ങളിൽ പലതും പ്രതികരിക്കുന്ന സമയത്ത് ഈ അടുത്ത് ഒരു സിനിമയെക്കുറിച്ച് പറയുന്നതിൽ തെറ്റിദ്ധാരണയുണ്ടായി. ആ സിനിമ എന്തു തന്നെയായാലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കേരള സമൂഹം പലതരത്തിൽ അതിൻ്റെ കൂടെ നിന്നു. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ കലാമൂല്യമുള്ളൊരു സിനിമയാണോ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണോ എന്നൊന്നും അല്ല നോക്കിയത്. അതിനകത്തൊരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒപ്പം നിന്ന മനസ്സാണ് നമുക്കുള്ളത്. സിനിമ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സിനിമ സെൻസറിങ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് അതിൽ പറ്റിയെന്ന് വെച്ചാൽ ഒരു സ്വയം സെൻസറിങ് നടന്നിട്ടുണ്ട്. അത് നടത്താൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ആ സ്വയം സെൻസറിങ്ങിനെ പോലും നമ്മൾ വിമർശിക്കേണ്ടി വന്നത് പിന്നാക്കം പോയി എന്നുള്ളതാണ്. പിന്നാക്കം പോകാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഇത്തരം പിന്നാക്കം പോവൽ ഉണ്ടായെങ്കിലും ആ സിനിമ മൈത്രേയൻ കണ്ടു എന്നറിഞ്ഞൂടാ. ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നമ്മൾ ആ രീതിയിൽ തന്നെ അപ്പോഴും പിന്തുണ കൊടുക്കേണ്ടതില്ലേ? അതേ പിന്നാക്കം പോകുമ്പോൾ നമ്മൾ കടുപ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ പിന്നാക്കം പോയതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് പിൻവലിക്കുന്നു എന്നുള്ള രീതിയിലാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? എവിടെയാണ് നമ്മളതിൽ അളവ് നിശ്ചയിക്കേണ്ടത്? അത് സെൽഫ് സെൻസറിങ് ചെയ്യുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ ധാരണയും സാമൂഹ്യ ധാരണയുള്ള ആളുകൾ ചെയ്ത പണിയാണ്. ഞാൻ അങ്ങനെ മാത്രം അത് കാണുന്നത്. കണ്ടിട്ടുള്ളവർ രണ്ടും സെൻസർ ചെയ്യുന്നതിന് മുമ്പുള്ളത് കണ്ടതും അതിനുശേഷം സെൻസർ ചെയ്ത് കണ്ടവർക്കും വ്യത്യാസമൊന്നും അവരനുഭവിച്ചിട്ടില്ല. 2.5 മിനിറ്റ് കണ്ടാണ് അവർ സെൻസർ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയിലെ ആദ്യത്തെ ഒരു 20 മിനിറ്റാണ് ഈ നമ്മളെല്ലാം ഘോഷിക്കുന്ന മേഖലയുള്ളത്. അത് അതിൻ്റെ മെസ്സേജ് നാട്ടിലെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറകിലെ രാഷ്ട്രീയ ധാരണയുള്ള ആൾക്കാരാണ് അത് ചെയ്തതെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് സെൻസറിങ് തന്നെ ഡിക്ലെയർ ചെയ്തത് ഒരു തിയേറ്റർ കത്തിച്ചിരുന്നെങ്കിൽ പിന്നെ ആരും ആ തിയേറ്ററിൽ പോകാൻ മടിച്ചേനെ. പിന്നെ അപകടം ഉണ്ടാകുമെന്ന് മാത്രമല്ല, വയലൻസ് വീണ്ടും വീണ്ടും എല്ലാ സ്ഥലത്തും ഉണ്ടായേനെ. നല്ല രാഷ്ട്രീയ മെയ്വഴക്കമുള്ള ആളുകളാണ് അത് ചെയ്തതെന്ന് ഞാൻ കാണുന്നു. ഞാൻ അങ്ങനെ അത് മാത്രമേ അത് മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്തതോടെ ഉയരാമായിരുന്ന ഒരു വലിയ എതിർപ്പ്, അത് വയലൻസിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വയലൻസിനെ മുളയിൽ നുള്ളിക്കളയുന്നൊരു പണിയാണ് അവർ ചെയ്തത്. അവർക്ക് ഒരു ഡാമേജും സത്യത്തിൽ സിനിമ എടുത്ത് കാശുണ്ടാക്കുന്ന യുക്തിക്കകത്താണ് അവർ ആ സിനിമ എടുത്തിരിക്കുന്നത്. കാരണം കൊണ്ട് ആ കാശിന് ഒരു കോട്ടവും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ മുരളിക്ക് അയാൾക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരത് നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടെങ്കിലും ഈ കലാപത്തിൻ്റെ ഈ മേഖലകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവനും രണ്ടാമത് വലിച്ചിട്ട് സകല ആൾക്കാരും ചർച്ച ചെയ്യുന്നത് എടുക്കുന്നതിന് സാധ്യതയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമ, ആ സ്ക്രിപ്റ്റ് എഴുതിയതും അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നവരും ഉദ്ദേശിച്ചത് ചെയ്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ സെൻസറിങ് എന്നൊക്കെ പറയുന്നത് മെയ്വഴക്കമുള്ള മനുഷ്യരായതുകൊണ്ട് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. ഈ കലാപത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാലം സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ കലാപത്തെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഈ വലതുപക്ഷ പാർട്ടിക്കാണ് കൂടുതൽ അതിനകത്തുനിന്ന് ലാഭം കൊയ്യാൻ കഴിഞ്ഞത് എന്നൊരു തിയറി പല നിരീക്ഷകരും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിലൂടെ കൺസോൾട്ടേഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുമെന്ന്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ആക്രമണത്തെ നമ്മൾ തള്ളിക്കളയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായാൽ തന്നെ, ചർച്ചകൾ കുറച്ചൊന്ന് നീട്ടിവെച്ചു എന്നേ ഉള്ളൂ, ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ ഉണ്ടായാൽ തന്നെ അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് പിന്തുണ കിട്ടും എന്നുള്ളൊരു തിയറിയുണ്ട്. ആ തിയറിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ആളുകൾ തമ്മിലടിക്കാനായിട്ടുള്ള ഏത് വിഷയം ചർച്ച ചെയ്യുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യും, സംശയമൊന്നും വേണം. നമ്മൾ മിനിമം ഇന്ത്യക്കാരനാകുക, മനുഷ്യരായിട്ടില്ലെങ്കിലും ഇന്ത്യക്കാരെങ്കിലും ആകണം എന്ന് പറയുന്നിടത്തിന് മുസ്ലിമും ഹിന്ദുവായി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് വലതുപക്ഷ രാഷ്ട്രീയത്തിനെ സഹായിക്കത്തുള്ളൂ. ശരിയാണ്. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയം അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അധികാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അവരുടെ സംബന്ധിച്ചോളം അവരുടെ അധികാരം നിലനിർത്തുന്നതിൻ്റെ പണിയിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റാനുള്ള, ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള അവരുടെ ശ്രമത്തിനകത്ത് അവർക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇലക്ഷനകത്ത് അത് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ പീക്ക് കടന്ന ഒരു ആൾക്കാരായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിനകത്തൊക്കെ നമുക്ക് അതിൻ്റെ വില കൊടുത്തിട്ടില്ല ഇതുവരെ. വില കൊടുക്കുന്നിടത്ത് ചില നമ്മൾ ഉണ്ടാകാതിരിക്കുന്നത് നമ്മളെപ്പോലെ ഓരോ തരത്തിലും ഓരോ വീട്ടിനകത്തും ഓരോ പ്രദേശത്തിനകത്തിരുന്ന് ഓരോ കാര്യങ്ങളിനകത്ത് പറയുന്നത് കണ്ട് ഉണ്ടായ ഒരു ഡിഫൻസ് കൊണ്ടാണ്
തെക്കേ ഇന്ത്യയിലേക്ക് അതിൻ്റെ കാറ്റ് ശക്തി കുറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് തമിഴ്നാട് കടന്നിട്ട് വേണം കേരളത്തിലോട്ട് വരാൻ. തമിഴ്നാട്ടുകാർ നല്ല എതിര് പിടിക്കുന്ന നമ്പർ കൊണ്ട് തന്നെ എതിര് പിടിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോട്ട കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വടക്കേന്ത്യയിലെ അവരുടെ ആന്തരികമായിട്ടുള്ള ശിഥിലം കഴിഞ്ഞ ഇലക്ഷന് തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ 2 വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോടാണ് ഇന്ന് അവർ ഭരിക്കുന്നത്. പഴയ ബലമില്ല. അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ആ നിലവാരത്തിൽ കേന്ദ്രത്തിനകത്ത് നടുവശം ചാരമായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് രാഷ്ട്രീയമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മളെല്ലാം നിൽക്കാൻ. പക്ഷേ അതിൻ്റെ തീ ഇങ്ങനെ പടരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല. ഇന്ത്യ മുഴുവനും അത് വ്യാപിക്കും. അത് നമ്മൾ മണിപ്പൂരിൽ കാണുന്ന ആണ്. ഇത് വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യക്ക് വരും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ അത് എത്രത്തോളം നമ്മൾ ഡിഫെൻഡ് ചെയ്ത് അതിനെ കുറയ്ക്കുന്ന, അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ്. ഈ അധികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലിരിക്കുന്നവരും അധികാരമുള്ളിടത്തേക്ക് ചായും. വിജയിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവമാണ്. കാരണം അവർ ജീവിച്ചു പോകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ എല്ലാവരും ഈ രാഷ്ട്രീയം പേറുന്നവരായതുകൊണ്ടൊന്നുമല്ല. പക്ഷേ എന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു വിഭാഗത്തിനെ അപ്പുറത്ത് നിർത്തി നമ്മൾ നല്ലവരാകുക എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരായി മാറുകയും അവരെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ദ്വന്ദ്വത്തിലാണ് നമ്മളെ എല്ലാ മനുഷ്യരും എപ്പോഴും ഉള്ളത്. അതാണ് അവരത് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായി ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്നവർ BJP-യിലേക്ക് സാമ്പത്തിക ശക്തികൾ അങ്ങോട്ടേക്ക് മാറുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനെയാണ് അധികാരം എപ്പോഴും നിലനിൽക്കുന്നത്. അധികാരവും ഈ സമ്പത്തും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ്സിന് അതില്ലാത്തൊരവസ്ഥയിലാണെന്നാണ് പൊതുവിൽ ഒരു ധാരണ. ഇത് മൈത്രേയൻ പഠിച്ചിട്ടുള്ള വിഷയമാണോ? ഇപ്പോൾ BJP-ക്ക് സപ്പോർട്ട് കിട്ടുന്ന ഈ പറയുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് മാറുമ്പോൾ വീണ്ടും അതേ പറ്റിയിട്ടുള്ളൊരു ഒബ്സർവേഷൻ എന്താണ്? നമ്മളിത് മനസ്സിലാക്കാനുള്ളത്, ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ദേശീയമായിട്ട് അന്ന് ആ ഭരണഘടന ഉണ്ടാക്കുന്ന അസംബ്ലിയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായിരുന്നു. ആ അസംബ്ലിക്കകത്ത് വി ദ പീപ്പിൾ എന്ന് പറയുന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ദ ലോഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്ന അതിനുവേണ്ടി വാദിച്ച ഒരു വലിയ വിഭാഗം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കോൺഗ്രസ്, ഇപ്പം ഞാനൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം പ്രവർത്തനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് കോൺഗ്രസ്സിനകത്തെ ഈ വിഭാഗത്തിനെയാണ്. അത് ആ വിഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്ന BJP ആയിട്ട് മാറുന്നത്. അത് കാരണം കൊണ്ട് ഈ ധനമുള്ളവർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ധനമുള്ളവർ വിജയിച്ച പാർട്ടിയോടൊപ്പം നിൽക്കത്തേ ഉള്ളൂ. വിജയിക്കുന്ന വേറെ സ്ഥലത്താണെങ്കിൽ അവരങ്ങോട്ട് നീങ്ങുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ഇന്ന് പണമുള്ളവരുടെ ഇലക്ഷനാണ് ഇപ്പം നടക്കുന്നത്. പണമുള്ളവരുടെ ഇലക്ഷൻ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മളാണ് അറിയേണ്ടത്. ഈ തരത്തിലുള്ളൊരു ഷിഫ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അധികാരമുള്ളിടത്തേക്ക് ഞാൻ അധികാരം രാഷ്ട്രീയമായി ധനമുള്ളവർ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് എന്നും ഉള്ളത്. അതങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. അപ്പോൾ അവർ നോക്കും ഇത്തവണ ആരായിരിക്കും ജയിക്കുന്ന, ആർക്ക് സപ്പോർട്ട് കൊടുക്കണം. കാരണം അവർക്ക് അവരുടെ ധനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ നമ്മൾ മൂലധനം എന്ന് പറയുന്ന മുഴുവനും നിൽക്കുന്നത്. അതിനകത്തൊരു സംശയം നമുക്ക് വേണ്ട. ഇപ്പോൾ എന്താണ്, ബംഗാളിൽ നിന്ന് ഗുജറാത്തിലേക്ക് ടാറ്റ പോകുമ്പം നമുക്കത് കാണാൻ പറ്റും. ഈ ഷിഫ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഇലക്ഷന് നിൽക്കുന്നവരായിട്ട് ഇവരെല്ലാവരും മാറും. ഇവിടുത്തെ മീഡിയ മുഴുവനും, പണ്ട് ഒരു മീഡിയ ആരംഭിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവരാണ്. അവരാ തുടങ്ങുന്നത്. നമുക്കൊരു പത്രം വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു മീഡിയ വേണം നമുക്ക് സംസാരിക്കാൻ. ഒരൊറ്റ മീഡിയ ഇന്ന് അങ്ങനെ ഇല്ല. കംപ്ലീറ്റ് വാങ്ങി മാറ്റപ്പെട്ടു പോയി. ഇത് ഇവിടെ ഇന്ത്യയിൽ മാത്രം ചെയ്യുന്ന ഒരു പ്രശ്നമല്ല, ലോകവ്യാപകമായി ഈ ഷിഫ്റ്റ് ഉണ്ട്. ഈ കാരവനും വയറും പോലെയുള്ള എക്സെപ്ഷൻസ് ഇല്ലേ? അതും കൂടെ ചേർത്തില്ലേ നമ്മൾ സംസാരിക്കണേ?
എക്സെപ്ഷൻസ് എന്ന് പറയുന്ന എല്ലാ സമയത്തും നമുക്കിപ്പോൾ രവീഷ് ജയനെ കാണാൻ പറ്റും. അങ്ങനെ അത് ഇപ്പം ഞാൻ ഈ കേരളത്തിൽ നടന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഒരു ചെറിയ അതൊന്നുമല്ല. ഇവിടുത്തെ നമ്മൾ ദേശീയ മീഡിയ എന്ന് പറയുന്നത്, അത് പത്രമായാലും വിഷ്വൽ ആൻഡ് പ്രിൻ്റ്, ഈ മീഡിയ കംപ്ലീറ്റ് വാങ്ങിപ്പോയതാണ്. പണ്ട് മർഡോക്ക് മേടിച്ചിട്ട് എല്ലാ സ്ഥലവും ലോകവ്യാപകമായി അവരത് ചെയ്തു കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു ചെറിയ എഡിഷനാണ് ഓരോ രാജ്യത്തും നടക്കുന്നത്. ഇന്ന് നമ്മുടെ മീഡിയയ്ക്കകത്തൂടെ നമ്മുടെ ബോധരൂപീകരണം നടത്താൻ പറ്റുമെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന സൈക്കോളജിയുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് മീഡിയ ഉപയോഗിക്കുന്നവരായിട്ട് അവരെല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും എല്ലാം സീരിയലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. ഇന്നിപ്പം നമ്മൾക്ക് ഇവിടുത്തെ ഈ പഴയകാല കഥകൾ മാത്രമാണ് കാർട്ടൂണായിട്ട് പോലും മുഴുവൻ വരുന്നത്. കുട്ടികളുടെ മുന്നിൽ വരുന്ന മുഴുവൻ ഹനുമാനും ഭീമനും ഒക്കെ തന്നെയാണ് വരുന്നത്. ആ കഥകളിനകത്ത് ആ ലോകത്ത് നിലനിർത്തുക എന്ന് പറയുന്നത് അവർ വളരെ കൃത്യമായിട്ട് ചെയ്യും. അപ്പം മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ധനത്തിൻ്റെ ആൾക്കാർ എല്ലാവരും അങ്ങോട്ട് നീങ്ങും, വിജയിക്കുന്നിടത്ത് നിൽക്കും. ഇപ്പം ബിർളയുടെ മന്ദിരത്തിനകത്തല്ലയോ ഗാന്ധി നിന്നിരുന്നത്. വിജയിക്കുന്നത് ഗാന്ധിയാണെന്ന് അവർക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. അത് രാജ്യസ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചൊന്നും നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനമുള്ള ആൾക്കാർ അത് ആരുടെ കൂടെ നിന്നാലാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവില്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ മൂലധനം പോകും. അതൊരു സംശയവും നമുക്ക് വേണ്ട. അതുകൊണ്ട് അവർ ഈ വിജയിക്കുന്നവരുടെ കൂടെ പോയി നിന്ന് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ മുഴുവൻ ചെയ്യും. ഈ ഷിഫ്റ്റ് ഇന്ത്യ മുഴുവനും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയ പോലും ഇയാൾ വ്യക്തിപരമായിട്ട് എടുക്കരുത്, ഞാനില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയരുത്. നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് സംസാരിച്ചാൽ പരമാവധി കേരളത്തിനകത്ത് ഒരു 2 ലക്ഷമോ അല്ലെങ്കിൽ 3 ലക്ഷം പേര് കാണും. കേരളത്തിൽ തന്നെ 3.5 കോടി ജനമുണ്ടെന്നറിയണം. കടലിൽ കായം കലക്കിയ സംസാരം മാത്രമാണ് നമ്മുടെ രണ്ടുപേരുടെ. അപ്പം നമ്മൾ രണ്ടുപേരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും തമിഴ്നാടിൻ്റെ ബോർഡർ കടക്കത്തില്ല ഞാൻ. ഇതുപോലെ നമ്മളത് തന്നെ ഒന്ന് മനസ്സിലാക്കണം. അപ്പം നാഷണൽ മീഡിയ എന്ന് പറയുന്നതിനകത്ത് നടക്കുന്ന ബോധരൂപീകരണം അത് വലതുപക്ഷത്തിൻ്റേതാണെന്നുള്ളത്, അത് നമ്മളിപ്പോൾ ബോഡി മീഡിയ നമ്മൾ അതിന് പേരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിടുന്ന കാരണം കൊണ്ട് നമ്മളിരുന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനകത്തൊരു പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ഒരു മീഡിയയും ഇന്ന് നാഷണലായിട്ടില്ല. ഇനി ഇൻ്റർനാഷണലായിട്ട് നമ്മളെടുത്താലോ, ബ്രിട്ടീഷുകാരോ അമേരിക്കക്കാരോ ഉണ്ടാക്കുന്ന അതാണ് അവരുടെ യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ താല്പര്യം തന്നെയാണ്. അതിനൊന്നും ഒരു സംശയം നമുക്ക് വേണ്ട. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും നമുക്ക് വേണ്ട. മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന മുഴുവൻ മേഖലയ്ക്കകത്തും അവർ അത് രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷവും നമ്മുടെ യഥാർത്ഥത്തിൽ സാധാരണ ഒരു ജനം അയാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ജാതിയോടോ ഒരു മതത്തിനോടോ ബന്ധപ്പെട്ട് രൂപപ്പെടുത്തി, അത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ ജനിച്ചതെല്ലാം അങ്ങനെയുള്ള വീടുകളിലാണ്. അങ്ങനെ നിൽക്കുന്നതിനകത്തുനിന്ന് മാറിയാണല്ലോ നമ്മൾ ഇന്ത്യക്കാരായത്. അതിനുശേഷമാണല്ലോ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളൊരു ലോക പൗരത്വം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. പക്ഷെ ഇതൊന്നും തന്നെയും അവരുടെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന് എലക്ഷന് വേണ്ടി എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി ഒരു വോട്ട് കൂടുതൽ വേണം. അത് തിരിച്ചറിഞ്ഞവർ ആ ഒരു വോട്ട് എവിടെയാണ് കൂടുതലുള്ളതെന്ന് കണ്ടെത്തി ആ വിഭാഗത്തിനോട് ബന്ധപ്പെട്ടാണ് പിന്നെ നിൽക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം തൊട്ട് ഒരു 2 ഇലക്ഷൻ വരെ നമുക്ക് സ്വതന്ത്രമായ വ്യത്യസ്തമായ ജാതി മതങ്ങൾ ഇല്ലെന്ന് പറയുന്നവരെ പോലും ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇന്നിനിയും കഴിയില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ജനതയായി നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും അത് തിരിച്ചറിഞ്ഞവർ തന്നെയാണ് ആ നിൽക്കുന്നവർ. അതിനനുസരിച്ചിട്ടേ അത് ചെയ്യൂ. തീർച്ചയായിട്ടും.